വർഷങ്ങളായിട്ട് നല്ലൊരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് നിലനിന്നിരുന്ന കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ചിലർ ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ കനേഡിയൻ ഗവൺമെൻറ് ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കാനഡ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഒരു കാലം വരെ. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നൊരു വ്യക്തിക്ക് അവൻ്റെ ഡിപ്പെൻഡൻറ്റിനെ കൂടെ കൊണ്ടുപോകാനും ഡിപ്പെൻഡൻറ്റിന് കാനഡയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാനുമായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല, കാനഡയിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാനഡയിൽ ഒരു പാർട്ട് ടൈം കണ്ടെത്താനും ഒരു ഫുൾ ടൈം ജോബ് കണ്ടെത്താനും എല്ലാവർക്കും പറ്റിയിരുന്നു. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് മാറാനായിട്ടും ആ ഒരു രാജ്യം ഒരുപാട് അവസരങ്ങൾ PR ഓപ്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു ഇത്രയധികം ഗുണങ്ങൾ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നല്ല പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികൾ കാനഡയിൽ പഠിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തെ മുതലെടുക്കാനായിട്ട് കുറേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതിനുവേണ്ടി കുട്ടികളെ ഹയർ ചെയ്യാനായിട്ട് നിൽക്കുന്ന കുറേ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളും നോർത്ത് ഇന്ത്യയിലും പല ഭാഗങ്ങളിലുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സീറ്റുകളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരു പ്രൊവിൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുട്ടികളെക്കാളും കൂടുതൽ കുട്ടികളെ പല ഇൻടേക്കുകളിലായിട്ട് ആ ഒരു പ്രൊവിൻസിലേക്ക് കൊണ്ടുവരികയും, പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ കാനഡയിലെ ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പ്രൊവിൻസുകളിലേക്ക് അല്ലെങ്കിൽ ഈ കോളേജുകളിലേക്ക് കുട്ടികൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളിലും ഈ കുട്ടികൾക്ക് പല പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. എന്നാൽ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾക്കും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്കും അവർക്ക് നല്ല പ്രോഫിറ്റാണ്. കാരണം ഓരോ ഇൻടേക്കിലും കുട്ടികൾ കൂടുതലായിട്ട് വരുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാൻ തുടങ്ങി, കൂടുതൽ കുട്ടികൾ പോകാൻ തുടങ്ങി, കൂടുതൽ കുട്ടികൾ അവിടെ എത്തി. പക്ഷേ എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ബേസിക് നീഡ്സ് പോലും കാനഡയിൽ കിട്ടാത്ത അവസ്ഥകളുണ്ടായി. കാനഡയിൽ എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ, കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൗസിങ്. കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ കിട്ടുന്നില്ല. ഈ അക്കോമഡേഷൻ കിട്ടിയാൽ തന്നെ അതിന് കൊടുക്കേണ്ടി വരുന്ന റെൻറ്റ് വളരെ കൂടുതലുമാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസുകളിലൊക്കെ കേട്ടിട്ടുണ്ടാകും, കാനഡയിൽ ഹൗസിംഗ് ക്രൈസിസ് നടക്കുകയാണ്. അതേപോലെ തന്നെ ഹൗസിങ്ങിന് അല്ലെങ്കിൽ അക്കോമഡേഷന് കൊടുക്കേണ്ടി വരുന്ന റെൻറ്റിൽ വളരെയധികം ക്രമാതീതമായിട്ട് വർധന വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻസ് അന്നും എത്രയുണ്ടോ അത്രയേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുമ്പോൾ ഈ കുട്ടികൾ എത്ര തുക കൊടുത്ത് വേണമെങ്കിലും ഈ അക്കോമഡേഷൻസ് എടുക്കാനായിട്ട് റെഡിയാണ്. കാരണം അവരെടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലാൻഡ് ലോഡുമാർ, ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ റെൻറ്റ് കൂട്ടി കൊണ്ടുവരാൻ തുടങ്ങി. അതങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയി. പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റാതെയായി. കാരണം നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പനി പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു പല്ലുവേദന വന്നാലോ ഓടിപ്പോയി ഡോക്ടറെ പോയി കാണാം, അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. പക്ഷേ എന്നാൽ കാനഡ പോലുള്ള സ്ഥലത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. ദെൻ ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ഡേറ്റ് ഇഷ്യൂ ചെയ്യും. ആ ഡേറ്റിന് നമ്മൾ പോയി കാര്യം സംസാരിക്കണം. പക്ഷേ പല്ലുവേദന വരുന്നൊരു വ്യക്തിക്ക് ഒരു മാസത്തിന് ശേഷം അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾ നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കനേഡിയൻ ഗവൺമെൻറ്റിന് മനസ്സിലായി ഇനി എന്തായാലും ഈ കുട്ടികളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അതായത് ഒരു വർഷം കാനഡയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ക്യാപ്പ് എന്ന് പറയും. അതായത് ഒരു വർഷത്തിൽ കുട്ടികളെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പ് നിശ്ചയിക്കുക. അതിൽ കൂടുതൽ കുട്ടികളെ കാനഡയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇതൊരു ടെമ്പററി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെഷറാണ്. അതായത് ഇത് സർവ്വകാലവും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. കുറച്ച് നാൾ കനേഡിയൻ ഗവൺമെൻറ് ഈ ഒരു കാര്യം ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കും. ഇതിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ഇമ്പാക്റ്റാണ് കാനഡയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ഈ ഒരു നിയന്ത്രണം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അവർ തീരുമാനിക്കും. അപ്പോൾ നിയന്ത്രണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, അതായത് 2023 അപേക്ഷിച്ച് ഒരു 35% കുറവ് കുട്ടികളെ മാത്രമേ ഇനി കാനഡയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ തീരുമാനിച്ചിരിക്കുന്നത്. 35% കുട്ടികളെ കുറയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ടങ്ങ് കുറയ്ക്കാമെന്നല്ല. കാനഡയിൽ നിങ്ങൾക്കറിയാമല്ലോ പല പ്രൊവിൻസുകളാണ്, പല സ്റ്റേറ്റുകൾ, നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ എന്ന് വിളിക്കുന്നത് പോലെ കാനഡയിൽ പല പ്രൊവിൻസുകളാണ്. ഈ പ്രൊവിൻസുകളിൽ ചില സ്ഥലങ്ങളിൽ കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്.
ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രാംപ്റ്റൺ, ഒൻറ്റാരിയോ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് കുട്ടികളും കൂടുതലും ടൊറാൻറ്റോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ ചില പ്രൊവിൻസുകളിൽ അധികം കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ കാനഡ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊവിൻസിൻ്റെ കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് അവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു കണക്ക് കൂടെ എടുത്തിട്ട് ഒരു പ്രൊവിൻസിൽ എണ്ണം കൂടുതലാണെങ്കിൽ, കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആ പ്രൊവിൻസുകളിലേക്ക് കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക. ഇനി മുതൽ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക. മറ്റ് സ്ഥലങ്ങളിൽ, പ്രൊവിൻസുകളിൽ കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ അങ്ങോട്ട് കുട്ടികളെ അലോ ചെയ്യുക. അത്തരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ കാനഡയിൽ ഇനി അധികമായിട്ട് ചില പ്രൊവിൻസുകളിൽ കുട്ടികളുടെ എണ്ണം കൂടില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി മുതൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുമ്പോൾ പ്രൊവിൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ, ഒരു ഡോക്യുമെൻ്റ് കൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യണം. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആരാണോ അവരായിരിക്കും ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്, നിങ്ങളത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി സ്റ്റുഡൻറ്റ് വിസ നിങ്ങൾക്ക് അനുവദിക്കൂ. ഇനി രണ്ടാമത്തെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലൊരു മാസ്റ്റർ പ്രോഗ്രാമോ, അതായത് PG പ്രോഗ്രാമോ അല്ലെങ്കിൽ PhD പ്രോഗ്രാമോ ചെയ്യാൻ പോകുന്നവർക്കല്ലാതെ വേറെ ആർക്കും ഇനി ഡിപ്പെൻഡൻസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട്, ലീഗലായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ മാസ്റ്റേഴ്സിനല്ലാതെ വരുന്ന കുറേ കുട്ടികളുണ്ട്. ലൈക്ക് ചില ഡിപ്ലോമ പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ ചില കോളേജ് നടത്തുന്ന പ്രോഗ്രാമുകൾ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണെങ്കിൽ അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് വേണ്ട. PG പ്രോഗ്രാമുകൾക്ക് മുകളിലുള്ളവർക്കാണ് ഇനി മുതൽ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു നിയന്ത്രണം കൂടെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഡിപ്പെൻഡൻസ് കയറി വരുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡിപ്പെൻഡൻസ് കയറി വരുന്നത് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൗസിംഗ് ക്രൈസിസും കുറഞ്ഞു വരും. കാരണം നിങ്ങൾ ഡിപ്പെൻഡൻറ്റിൻ്റെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഒറ്റയ്ക്ക് ഒരു മുറി അല്ലെങ്കിൽ ഒരു വീട് എടുക്കുക, ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകും. എന്നാലും നിങ്ങൾ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഷെയർഡ് അക്കോമഡേഷൻസ് കുറേ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഫാമിലി ആയിട്ട് കാനഡയിൽ പഠിക്കാൻ പോകാമെന്ന് ആഗ്രഹിച്ച കുറേ കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിയാണ്, നിങ്ങൾക്ക് ഇനി ഫാമിലി ആയിട്ട് പോകാനായിട്ട് PG പ്രോഗ്രാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങളൊരു കാര്യം തിരിച്ചാലോചിച്ചാൽ മതി. ഇതിനകത്തൊരു നല്ല വശം കൂടെയുണ്ട്. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ കിട്ടുന്നില്ല, നിങ്ങൾ കുടുംബമായിട്ട് കഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്കൊരു പാർട്ട് ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇനി കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ വലിയൊരു എമൗണ്ട് കൊടുത്ത് അക്കോമഡേഷനൊക്കെ കണ്ടെത്തേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് നിങ്ങൾ അവിടെ ചെന്ന് നേരിടേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒഴിവാക്കാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാവുകയാണെങ്കിൽ. അതേപോലെ തന്നെ കാനഡയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വളരെയധികം ഗുണം ചെയ്യും. കാരണം അവർക്ക് പഠിച്ച് അതിനുശേഷം ഒരു ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ PR-ലേക്ക് മാറാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ കണ്ടെത്താനോ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ സാധിക്കും. പക്ഷേ എന്നാലും ഇതൊരു 35% നിയന്ത്രണം എന്ന് പറയുന്നത് ഒട്ടും കൂടുതലല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 100 കുട്ടികൾ ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ അതിൽ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ വയ്ക്കുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം സിംഗിളായിട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് ഇനി മുതൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം ഭാവിയിലൊക്കെ വരുമ്പോൾ അവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. അതേപോലെ PG അല്ലെങ്കിൽ PhD ചെയ്യുന്നവർക്ക് ഈ നിയമങ്ങളിൽ പലതും നിങ്ങൾക്ക് ബാധകമാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വന്നതോടെ ഇതെന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും നമ്മളൊരു ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ അവിടുത്തെ എക്കോണമി, അവിടുത്തെ ഈ ഒരു ക്രൈസിസ് എല്ലാം മാറ്റുന്നതിൽ ഈ ഒരു നിയന്ത്രണം നല്ലൊരു ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് സ്റ്റഡി ഡെസ്റ്റിനേഷൻസ്, ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന പല ഓപ്ഷൻസ് വേറെയുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കാനഡയുടെ പ്രൂഫ് ഓഫ് ഫണ്ടിൽ വലിയൊരു ഇൻക്രീസ് കൊണ്ടുവന്നത് കാര്യം നിങ്ങൾക്കറിയാം. നേരത്തെ അതൊരു ഏകദേശം 6 ലക്ഷത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 12 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് അവർ ഉയർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു കാര്യത്തിൽ വലിയ അപ്ഡേറ്റ് ഒന്നും കാനഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് വർഷങ്ങൾക്ക് മുന്നേ കാനഡയിൽ ഒരു വർഷം ജീവിക്കാൻ വേണ്ട ചിലവ് എത്രയായിരുന്നു, അതായിരുന്നു കുറേ നാൾ മുമ്പ് വരെ കാനഡ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു എമൗണ്ട് മതി എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇത്രയധികം അക്കോമഡേഷനൊക്കെ റേറ്റ് ഉയർന്നപ്പോൾ അവർ ഈ ഒരു പ്രൂഫ് ഓഫ് ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റും ഇൻക്രീസ് ചെയ്തു. 6 നിന്ന് 12 ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ, ആ ഒരു ഫിഗറിലേക്കൊക്കെ അവർ എത്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക്
ഡിപ്പെൻഡൻറ്റ് വിസ നോക്കുന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. ഇത് ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും